വഖഫ് ഭേദഗതി നിയമത്തെ അഭിനന്ദിച്ച് എൻഡിഎ സംസ്ഥാന നേതൃയോഗത്തിൽ പ്രമേയം. എൻഡിഎ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. LDF, UDF മുന്നണികളുടെ ഭരണത്തിൽ കേരളത്തിന് വികസനം മുരടിപ്പെന്ന യോഗത്തിൽ വിലയിരുത്തൽ. സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും എൻഡിഎ നേതൃയോഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രമേയം അവതരിപ്പിച്ചു. 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എല്ലാ മേഖലകളിലും വികസന മുരടിപ്പ്. അതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാവസായിക മേഖലയും കാർഷിക മേഖലയും അതുപോലെയുള്ള എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചിരികയാണ്. നിഷ, വഖഫ് ഭേദഗതി നിയമത്തെ അഭിനന്ദിച്ചാണ് ഇന്ത്യ സംസ്ഥാന നേതൃയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി അല്പസമയം മുമ്പ് NDA സംസ്ഥാന നേതൃയോഗം ചേർത്തലയിൽ സമാപിച്ചു. വഖഫ് ഭേദഗതി നിയമത്തിന് ബില്ലുകൾ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ ആശമാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഈ നേതൃയോഗം അവസാനിച്ചത്. 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അതിൽ ഒന്ന് ആശമാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു. കേരളത്തിൽ നടക്കുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് LDF-ഉം UDF-ഉം, കേരളത്തിലെ LDF-ഉം UDF-ഉം വഖഫ് ബില്ലിനെതിരെ വ്യാപകമായി തെറ്റായ പ്രചരണം നടക്കുന്നു. മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുള്ള പ്രചരണമാണ് നടക്കുന്നത്. പലതവണ നരേന്ദ്രമോദി ഇത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞിട്ട് പോലും തെറ്റായ പ്രചരണം നടത്താനാണ് കേരളത്തിലെ LDF-ഉം UDF-ഉം ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ ജനവിരുദ്ധത തുറന്നു കാട്ടുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി. പക്ഷേ അതൊന്നും നടത്താതെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാനായി ജനങ്ങളെ പ്രേരിപ്പിച്ചു വിടുകയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇന്ന് ചേർന്ന NDA നേതൃയോഗം വിലയിരുത്തിയത്. സർക്കാരിൻ്റെ ജനവിരുദ്ധത ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് പകരം എല്ലായിടത്തും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക മാത്രമാണ് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്ന ജോലി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ മൂലധന വായ്പ അനുവദിച്ചു, എന്നാൽ ഒന്നും തന്നെ നൽകുന്നില്ല എന്ന് പറഞ്ഞ് LDF-നൊപ്പം ചേർന്ന് ജനങ്ങളെ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നതെന്നും ഇന്ന് ചേർന്ന NDA നേതൃയോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം കുറ്റപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, മോദിയെ എതിർത്താൽ മതിയെന്ന മിഥ്യാധാരണയാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇത് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇന്ന് ചേർന്ന നേതൃയോഗം കുറ്റപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. NDA ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാനും ഈ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായി. മെയ് മാസം മുതൽ തന്നെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇനി എല്ലാ മാസവും NDA നേതൃയോഗം ചേരാനും ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ ധാരണയായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ BJPയുടെ മറ്റ് മുതിർന്ന നേതാക്കളായ PK കൃഷ്ണദാസ്, V മുരളീധരൻ അടക്കമുള്ളവർ ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഘടകകക്ഷി നേതാക്കൾ BDJS അടക്കമുള്ള NDAയിലെ പ്രമുഖ ഘടകകക്ഷിയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ചേർന്ന NDA നേതൃയോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അല്പസമയം മുമ്പാണ് ചേർത്തലയിൽ നടന്ന NDA നേതൃയോഗം അവസാനിച്ചത്. KP ചേർത്തലയിൽ നിന്നും നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.